ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ മോട്ടിവേഷണൽ സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിശ്വവിഖ്യാതനായ റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. ചെറിയ വാക്കുകളിലാണ് ഞാൻ പറയുന്നത് അല്ലേ. ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു മിശ്രിതമാണ്. അതെല്ലാം തരണം ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരിക്കൽ മരണത്തിൻ്റെ ഗോഡ് ഓഫ് ഡെത്ത് തൻ്റെ മെസ്സഞ്ചറിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവൻ, അവരുടെ സോൾ ഹെവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മരണത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മെസ്സഞ്ചറിനെ അയക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ യമദേവൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് അവിടെ ഗോഡ് ഓഫ് ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ യമദൂതന്മാർ ഭൂമിയിലെത്തുമല്ലോ, അതുപോലെയാണ് ഈ മെസ്സഞ്ചർ ഭൂമിയിലേക്ക് എത്തി. കാണുന്ന കാഴ്ച അത്യന്തം കണ്ണ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരമ്മ, 3 ട്രിപ്ലറ്റ്സ് ആണ്, 3 പെൺകുഞ്ഞുങ്ങൾ അമ്മയുടെ മരണ വിവരം അറിയാതെ കരഞ്ഞ് തളർന്ന് ഉറങ്ങുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കരഞ്ഞ് കണ്ണുനീര് വന്ന് ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് ഈ മെസ്സഞ്ചർ കാണുന്നത്. മറ്റൊരു കുഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങിക്കഴിഞ്ഞു. മറ്റൊരു കുഞ്ഞ് അമ്മ മരിച്ച വിവരം അറിയാതെ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് തന്നെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അമ്മ മരിച്ചത് ഈ 3 കുഞ്ഞുങ്ങൾക്കും അറിയില്ല. അവരിങ്ങനെ കരഞ്ഞ് തളർന്ന് കിടക്കുന്നതാണ്. വേറെ അച്ഛൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ യമദൂതന് വളരെയധികം, ഈ മെസ്സഞ്ചറിന് വളരെയധികം വിഷമം തോന്നുകയാണ്. ഇവരുടെ സോൾ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഇവരെ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരായിരിക്കും ഉണ്ടായിരിക്കുക? അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു മടങ്ങി ഗോഡ് ഓഫ് ഡെത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് ചെന്ന് ഇവിടുത്തെ വേദനാജനകമായ കാര്യം വിവരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ലേഡിയുടെ ആത്മാവ് കൊണ്ടുവന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗോഡ് ഓഫ് ഡെത്ത് വളരെയധികം ക്ഷുഭിതനായി ഈ മെസ്സഞ്ചറിനോട് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത്? നിനക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ നീ അവിടെ മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെതായ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തെറ്റിന് നിനക്ക് പണിഷ്മെൻ്റ് കിട്ടും. ആ പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നീ തിരിച്ചും ഭൂമിയിലേക്ക് പോയി അവിടെ നിൻ്റെ 3 വിഡ്ഢിത്തങ്ങൾ, ഇപ്പം നീ കാണിച്ചതൊരു വിഡ്ഢിത്തമാണ്, പക്ഷേ ഇതുപോലെയുള്ള 3 വിഡ്ഢിത്തമായ കാര്യം, നിൻ്റെ ഫൂളിഷ്നെസ്സിനെ ഓർത്ത് നീ 3 പ്രാവശ്യം ചിരിക്കേണ്ടി വരും. അങ്ങനെ ചിരിച്ചാൽ മാത്രമേ നിനക്ക് വീണ്ടും ഈ നമ്മുടെ ലോകത്തേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ഈ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി ഈ മെസ്സഞ്ചർ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ വന്ന് തളർന്ന അവശനായ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു കോബ്ലർ അറിയാലോ, ചെരുപ്പ് കുത്തി ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള പണവുമായാണ്, ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് അദ്ദേഹം വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയാണ് വരുന്നത്. വഴിമധ്യേ ഇങ്ങനെ തളർന്ന അവശനായി പകുതി വസ്ത്രധാരിയായിട്ടുള്ള ഈ മെസ്സഞ്ചറിനെ കാണുകയാണ്. തണുത്ത് വിറച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് അദ്ദേഹം മെസ്സഞ്ചറിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ മെസ്സഞ്ചറിന് കുഞ്ഞുങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന കാശ് കൊടുത്ത് ഈ മെസ്സഞ്ചറിന് ഡ്രസ്സുകൾ വാങ്ങി നൽകുകയും എന്നിട്ട് പറയുകയാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടെന്നിരിക്കും, പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കൺമുന്നിൽ കണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരാളിനെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഓരോ മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇദ്ദേഹത്തിന് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഭാര്യ കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാതെ വഴിയിൽ കണ്ട ഒരാളിന് എന്തിനാണ് നിങ്ങൾ ഈ വസ്ത്രം വാങ്ങി നൽകിയത് എന്ന് പറഞ്ഞ് ശകാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് വിഷമിച്ചിരിക്കുന്ന കോബ്ലറാണ്. അപ്പോൾ ഈ മെസ്സഞ്ചർ ഇങ്ങനെ സ്വയം ചിരിച്ചുപോയി. ആദ്യത്തെ പണിഷ്മെൻറ്റിൻ്റെ ആദ്യത്തെ ചിരി ഇവിടെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചിരിച്ചതെന്ന് വെച്ചാൽ, താനൊരു ഡിവൈൻ ബീയിങ് ആണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണ് താൻ.
സന്ദേശവാഹകനാണ് താനെന്നറിയാതെയാണല്ലോ ഈ ലേഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നാളെ ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മയായിരിക്കും ഉണ്ടാകുന്നത്, ഇവരെങ്ങനെയെല്ലാം സന്തോഷത്തോടുകൂടി വളരെ ധനികരായി മാറാൻ പോകുന്നു എന്നുള്ള സത്യം അറിയാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഹസ്ബൻഡിനെ വഴക്ക് പറയുകയാണ്. ഇതുപോലെയാണ് ഓരോ മനുഷ്യരും അല്ലേ. നമ്മുടെ അടുത്ത ചുവടുവയ്പ്പ് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോഴുള്ള ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. വിദൂരമായ ഒരു കാഴ്ച ഹ്യൂമൻ ബീയിങ്സിന് അപ്രാപ്യമാണ് അല്ലേ. എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, സാധാരണക്കാർ നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മുന്നിൽ ഇൻ ഫ്യൂച്ചർ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇതൊരു ഫൂളിഷ്നെസ്സാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ആദ്യത്തെ ചിരി പണിഷ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കഴിയുന്നു. ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഈ കോബ്ലറിൻ്റെ കടയിൽ കോബ്ലറിൻ്റെ കയ്യിൽ നിന്ന് ഈ ചെരുപ്പുണ്ടാക്കുന്ന വിദ്യ ഈ മെസ്സഞ്ചർ പഠിക്കുകയും അദ്ദേഹത്തിന് ഡിവൈൻ പവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരസ്പർശത്താൽ എല്ലാ ചെരുപ്പുകളും വളരെ മനോഹരമായ ചെരുപ്പുകളായി മാറുകയും ആ ചെരുപ്പ് കട അവിടെ ഉള്ള എല്ലാ ജനങ്ങളും ആ ചെരുപ്പ് കടയെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് വളരെ വ്യാപകമായി പല സ്ഥലത്തും അദ്ദേഹത്തിന് കടകളുണ്ടാവുകയും വളരെ ധനികനായ ഒരു മനുഷ്യനായി മാറുകയും ചെയ്തു ഈ കോബ്ലർ ചെരുപ്പ് കുത്തി. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ രാജാവിൻ്റെ ചെരുപ്പ്, രാജാവിന് ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വളരെ റെയറായിട്ട് കിട്ടുന്ന വളരെ അമൂല്യമായ ഒരു ലെതർ പീസുമായി രാജാവിൻ്റെ മെസ്സഞ്ചർ ഇദ്ദേഹത്തിനെ കാണാൻ വരികയാണ്. ആരെ? കോബ്ലറിനെ കണ്ടിട്ട് കോബ്ലറിനോട് പറയുകയാണ്, ഈ ലെതർ കൊണ്ട് നീ രാജാവിന് ഷൂസ് ഉണ്ടാക്കണം. അപ്പോൾ കോബ്ലർ നോക്കിയപ്പോൾ ഇതൊരു സാൻഡൽ, ഒരു ചെരുപ്പുണ്ടാക്കാനുള്ള ഇതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു ഷൂസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മനോഹരമായ 2 സാൻഡൽസ് ഉണ്ടാക്കി വയ്ക്കുന്നു. രാജാവിൻ്റെ ദൂതൻ വീണ്ടും ഈ ഉണ്ടാക്കിയ ഷൂസ് വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഈ എന്താണ് എടുത്ത് കാണിക്കുന്ന സാൻഡൽസ് കണ്ട് ശുഭിതനായ രാജാവിൻ്റെ സന്ദേശവാഹകൻ എന്ത് പറയുന്നു? നിന്നോട് ഞാൻ സാൻഡൽസ് ഉണ്ടാക്കാനാണോ പറഞ്ഞത്? ഞാൻ ഷൂസിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കയർത്ത് സംസാരിക്കുന്നു. ഇതിനുള്ള പണിഷ്മെൻറ്റ് നിനക്ക് കിട്ടിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആക്രോശിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് രാജാവിൻ്റെ മറ്റൊരു ഭടൻ അവിടെ എത്തുകയും പറയുകയാണ്, ഈ സാൻഡൽസ് മതി, കാരണം നമുക്ക് രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഇടങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മരണാനന്തരം ഒരിക്കലും ഷൂസ് ഇടാറില്ല, സാൻഡൽസാണ് ധരിപ്പിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഈ നമ്മുടെ മെസ്സഞ്ചർ, അതായത് ഗോഡ് ഓഫ് ഡെത്തിൻ്റെ, മരണത്തിൻ്റെ ഭഗവാന്റെ, മരണത്തിൻ്റെ ദൈവത്തിൻ്റെ മെസ്സഞ്ചറിനുണ്ട് എന്നുള്ളത് ഈ മെസ്സഞ്ചർ മനസ്സിലാക്കുകയും അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെസ്സഞ്ചർ പറയും, എന്നോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ വന്ന ആളാണ്. അങ്ങനെ 2ാമത്തെ പ്രാവശ്യവും ഈ മെസ്സഞ്ചർ ചിരിക്കുകയാണ്. എങ്ങനെ ചിരിക്കുന്നു? മനുഷ്യൻ്റെ അറിവില്ലായ്മയെ ആലോചിച്ച്, അല്ലെങ്കിൽ നാളെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല, അതിനു മുമ്പ് നമ്മൾ കാര്യങ്ങൾ കണക്ക് കൂട്ടി വയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ 2ാമത്തെ ഈ സാൻഡലിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ചിരി വരികയാണ്. അപ്പോൾ 2ാമത്തെ പണിഷ്മെൻറ്റും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു 3 പെൺകുട്ടികൾ, നല്ല ഗ്രോണപ്സ് ആയിട്ടുള്ള 3 പെൺകുട്ടികൾ ആ ഭാഗത്തേക്ക് വരുന്നു, ഇവരുടെ കോബ്ലറിൻ്റെ ഷോപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങളുടെ മാരേജാണ്, അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഷൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെ കൂടെ ഒരു എൽഡർലി ലേഡി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ എവിടെയോ ഒരു സാമ്യത തോന്നി. പണ്ട് താൻ കണ്ട ആ 3 പെൺകുഞ്ഞുങ്ങളാണല്ലോ ഈ വന്നിരിക്കുന്നത്, അവർ ഇപ്പോൾ പ്രായപൂർത്തി എത്തിയിരിക്കുന്നു, വിവാഹപ്രായം എത്തിയിരിക്കുന്നു എന്ന് ഈ മെസ്സഞ്ചറിന് മനസ്സിലാവുന്നു. എന്നിട്ടും ആ വന്ന എൽഡർലി ലേഡിയോട് ചോദിക്കുകയാണ്, ഈ 3 പെൺകുട്ടികൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇതുപോലെ ഷൂസ് എങ്ങനെയാണ് അവരിവിടെ എത്തിച്ചേർന്നതെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ലേഡി പറയുന്നത്, ഇവരുടെ അമ്മ മരണപ്പെടുകയും ഇവർക്ക് ആരുമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവരെ എടുത്ത് വളർത്തി എൻ്റെ മക്കളെപ്പോലെ തന്നെ നോക്കി. ഇപ്പോൾ അവരുടെ 3 പേരുടെയും വിവാഹമാണ്, ഇവരെ ഒരു റോയൽ ഫാമിലിയിലേക്ക്
വിവാഹം കഴിപ്പിച്ച് അയക്കാനാണ്. അതിൻ്റെ വിവാഹം കഴിപ്പിച്ച് അയക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഷൂസ് കാര്യം പറയാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. അദ്ദേഹം 3-ാമത്തെ പ്രാവശ്യവും മെസ്സഞ്ചർ ചിരിക്കുകയാണ് അല്ലേ. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ ദൈവത്തിന് ഈ കുഞ്ഞുങ്ങളുടെ പുറത്തുണ്ടായിരുന്നു, അവരുടെ അമ്മയുടെ ജീവൻ എടുക്കുമ്പോൾ എന്നുള്ളത്. ഈ മെസ്സഞ്ചറിന് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ആ സോൾ കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് അതിൽ മനംനൊന്ത് ആ അമ്മയുടെ ജീവൻ തിരിച്ചെടുക്കാതെ പോകാനായിരുന്നു. ആ സോൾ കൊണ്ടുപോകാൻ വിഷമിച്ചിട്ട് ചെന്ന് ഗോഡ് ഓഫ് ഡെത്തിനോട് പറയുകയാണ്, എനിക്ക് അവരെ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല, കാരണം ആ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യവും ഈ മെസ്സഞ്ചർ ചിരിച്ചു കഴിഞ്ഞു, തൻ്റെ ഫൂളിഷ്നെസ് ആലോചിച്ച്. അപ്പോൾ 3 പ്രാവശ്യവും ഇങ്ങനെ തൻ്റെ പണിഷ്മെൻറ്റ് പൂർത്തിയാക്കി. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. എല്ലാവർക്കും അറിയാം, പോയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല. നാളെ എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. നമുക്കത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവാതെ ഇന്നുള്ള ജീവിതം എന്തെല്ലാം രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ ആ നല്ല രീതിയിൽ തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലാൻ, ഗോഡ് ഹാസ് ഹിസ് ഓൺ വേയ്സ്. അതായത് ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ഓരോ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിന് നല്ല രീതിയിലുള്ള ധാരണയുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിൽ അടുത്ത നിമിഷം എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ മാത്രം ഉള്ള കാര്യങ്ങളെ കാണാൻ കഴിയുന്ന രീതിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായ ടെൻഷൻസും അമിതമായ സ്ട്രെസ്സും നാളെക്കുറിച്ചുള്ള വ്യാകുലതകളും ഒന്നും എടുക്കാതെ ഇന്ന് തന്ന നമ്മുടെ ജീവിതം, ഇന്ന് നമുക്കുള്ള ഈ ജീവിതം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക, നന്മകൾ ചെയ്ത് ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് സമയത്തുള്ള ആഹാരവും നമുക്ക് കിട്ടുന്ന വസ്ത്രത്തിനും ദൈവത്തിനോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ളവരായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ദൈവത്തിൻ്റെ കഥയായി ആരും വ്യാഖ്യാനിക്കരുത്. ഇത് ഒരു ഇൻസ്പിറേഷനാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഈ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ അടുത്തിനി എന്തെന്ന് ആലോചിച്ച് ധാരാളം പേര് വിഷമിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷമത്തിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. സമയം കടന്നു പോകും. സമയമാണ് ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവരെല്ലാം ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആരും തളർന്നു പോകരുത്. തളർന്നു പോകുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഞാനും പല ജീവിത സന്ദർഭങ്ങളിലും തളർന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന കുറച്ച് പേരെങ്കിലും, കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെയെങ്കിലും നല്ല വാക്കുകൾ എനിക്കൊരു ഇൻസ്പിറേഷനായിട്ടുണ്ട്. അതുപോലുള്ളൊരു ഇൻസ്പിറേഷനാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായ നിങ്ങളിലേക്കും പകരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സുഖമായും ആയുരാരോഗ്യ സൗഖ്യത്തോടെയും ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ലവ് യു ഓൾ.